ഈ കോടതി ഈ കേസ് എടുക്കുമ്പോൾ, കോടതി ഈ കേസിനകത്ത് അന്വേഷിക്കാൻ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നേരിട്ട് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ചിരുന്നിട്ട് കോടതിയുടെ ഡയറക്ഷൻ വന്നപ്പോൾ തന്നെ കോടതി ആദ്യം തൊട്ടേ പറഞ്ഞിരുന്നു, സ്ഥാപിക്കാൻ കോടതിക്ക് ആവത്തില്ലല്ലോ. കോടതി ആദ്യം പറഞ്ഞത് ഇതിനകത്ത് ആന്റിക് ബിസിനസ് നടന്നിട്ടുണ്ടോ, അതുപോലെയുള്ള ആൾക്കാർ ഈ സ്വർണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനം അവിടുന്ന് അഴിച്ചു മാറ്റിയിട്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ആ സാധനം കടൽ കടത്തിയോ എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പം കടൽ കടത്തി അതിനകത്ത് ആ ബിസിനസ് നടന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടുന്ന കാര്യങ്ങൾ അറിയാവുന്ന, അതല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധമുള്ള പ്രതിപക്ഷ നേതാവായിട്ടും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന കോൺഗ്രസ് നേതാവ് അതിനെ വ്യക്തത വരുത്തിക്കൊണ്ട് പറഞ്ഞത്, മൊഴി കൊടുത്തത്, എസ് ഐ ടിയെ നേരിട്ട് കത്ത് കൊടുത്ത് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്, അതിനകത്ത് 2 വ്യവസായികൾ വ്യക്തത വരുത്തിയത്, പഞ്ചലോക വിഗ്രഹം നേരിട്ട് കണ്ടെന്ന് ബോധ്യപ്പെടുത്തിയത്. അങ്ങനെ ഒരു മണിയുടെ കാര്യത്തിൽ മണിയെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നിന്ന് മണി കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ് വിടുന്നു. മണി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് വിടുമ്പോൾ അതിന് അന്വേഷണ സംഘത്തിന് അതിനുള്ള അധികാരമുണ്ടല്ലോ. അന്വേഷണ സംഘം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇപ്പോൾ ധന്യയുടെ പേരിൽ ഒരു കേസ് വരുന്നു, കേസിനകത്ത് ഒരു ആരോപണം വരുമ്പോൾ ആരോപണത്തിനകത്ത് വ്യക്തതയുണ്ടോ, കൃത്യതയുണ്ടോ, സത്യസന്ധമാണോ എന്നാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അന്വേഷിച്ചിട്ട് തീരുമാനിക്കാം അന്വേഷണ സംഘത്തിന്. കള്ളനാണേലും തീരുമാനിക്കാം, ഇല്ല കള്ളനല്ല, അതിനാണല്ലോ മറ്റേതിനകത്ത് ഈ തന്ത്രിയെ രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ വന്ന ഇത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് റെക്കോർഡിക്കലായിട്ട് ഈ പറയുന്ന ആരോപണം, അകത്ത് കിടക്കുന്ന ആൾക്കാരുടെ പേരുള്ള അതേ ആരോപണം തന്ത്രിയുടെ പേര് നിൽക്കുകയാണ്.